ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല സാൻഡ്വിച്ചാണ്, ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കിയാലോ. വേവിച്ച് വെച്ച പൊട്ടറ്റോ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് കൊറിയൻഡർ ലീവ്സ് ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ചെറുതായി അരിഞ്ഞത് എണ്ണയൊഴിച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കൊത്തി അരിഞ്ഞ സവോള കൂടി എടുക്കാം. ഇതിനെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ടേസ്റ്റിന് ആവശ്യമായത് ഇടുക. സവാള വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടു. ഇനി ഇതിനെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം, അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്തത് ഉണക്കമുളക് ചതച്ചെടുത്തതാണ് കേട്ടോ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് ഓറിഗാനോയും കൂടി ചേർത്തായിരുന്നു, ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും ഓപ്ഷനിലാണ്. അതായത് ഉണക്കമുളക് ചതച്ചതും ഓറിഗാനോയും ഓപ്ഷനിലാണ്. അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതെല്ലാം കൂടി ഇട്ട് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോസിനെ നമുക്ക് ചേർക്കാം. ആ ഉരുളക്കിഴങ്ങും കൂടി നല്ലപോലെ ഒന്ന് ആ മസാലയിലിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ബ്രെഡിൻ്റെ ബേസ് ഉണ്ടാക്കാം. ബ്രെഡ് എടുത്ത് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ വേറൊരു സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് മയോണൈസും കൂടി തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല അങ്ങ് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് വെച്ച് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കണം. പൊട്ടറ്റോ മസാല നന്നായിട്ടങ്ങ് പരത്തിയെടുക്കുക. ബ്രെഡിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. പ്രസ് ചെയ്ത് അങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസും കൂടി ചേർക്കുന്നുണ്ട് മേളിൽ. നിങ്ങൾക്കത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മറ്റേ സ്ലൈസ് എടുത്ത് അതിൻ്റെ മേളിൽ പ്രസ് ചെയ്ത് വെക്കാം. ഏറ്റവും മേളിലായിട്ട് കുറച്ച് ബട്ടറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു പാനിലോട്ടിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും മേളിലും കൂടി ഞാൻ ഇച്ചിരി ബട്ടർ തേക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ഭാഗം കൂടെ നല്ല ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാൻഡ്വിച്ച്. ഞാൻ ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിക്കാം. എത്ര ഈസി ആണല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്.